ഹലോ എവറി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഷൂട്ടിനാണ്. നാളെ എക്സാമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി ഒരു ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ അവർ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സിൻ്റെ മോഡലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവരാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു സാരിയൊക്കെ എടുത്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യും. പിന്നെ മേക്കപ്പ് മാനൊക്കെ ഞാൻ തന്നെയാണ്. അതൊക്കെ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം വീട്ടിലാണ്. അവിടെ 8:30 ഒക്കെ ആകുമ്പോഴേക്ക് എത്തണം. അമ്മ വരുന്നുണ്ട് കൂടെ. അപ്പം അമ്മേൻ്റെ ഒപ്പമാണ് പോകുന്നത്. അങ്ങനെ എന്നാ കണ്ടോ, ആ സ്കൂട്ടിയിലാണ് പോകാൻ പോകുന്നത്. നല്ല ക്ലൈമറ്റ് ഇപ്പം. നമ്മൾ ഇത് ഫുൾ വ്ളോഗായിട്ട് ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ ഫുൾ വ്ളോഗ് ഇങ്ങനെ ഓൺ വോയിസിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് വരാറുണ്ട്. ഓക്കെ, 8:30 ആകുമ്പോഴേക്ക് അവിടെ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. മേക്കപ്പൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്, ടൈം എടുക്കുമല്ലോ. അമ്മേൻ്റെ സ്കൂട്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പട്ടിയും അതേപോലെ തന്നെ പശുവൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളുടെ ഡിസൈനറിൻ്റെ മോനാണ്. പക്ഷെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഗൈസ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കല ഇതാണ് കേട്ടോ. കാണിച്ചില്ല, ഇതാണ് ഡ്രസ്സ്. പൊട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ട് കൊത്തിയത്. റെഡ് കളർ ഒരു മുത്തുണ്ടായിരുന്നു, അത് പോക്കിയതാ. അങ്ങനെയൊക്കെയാണ്. ഞാൻ നിങ്ങൾക്ക് മിറർ വ്യൂ കാണിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സിൻ്റെ ഫുൾ വ്യൂ. അത് അവർ തന്നെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് ഈ ചേച്ചിക്ക് ഒരു എക്സാം ഉണ്ട്, അതിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നല്ല ക്യൂട്ട് ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഓഫീസിനൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ സ്കേർട്ടിൻ്റെ സൈഡിൽ ഒരു പൂ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉണ്ടായിരുന്നത്. ഫോട്ടോ എടുക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ തിരക്കിൽ. ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് കോസ്റ്റ്യൂം. വേണ്ടോ, അയ്യോ രസമല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കമ്മല പെയർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ചേച്ചി എന്നെ തുന്നിയെടുക്കുന്ന കേട്ടോ. ഈ എംബ്രോയിഡറി വർക്ക് ഇതൊക്കെ അവർ തന്നെ ആക്കിയെടുത്തതാ. ഗൈസ്, അപ്പം എന്താ എൻ്റെ മേക്കപ്പ് ഒക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് അടുത്ത കോസ്റ്റ്യൂം. നല്ല രസമല്ലേ? ഇവിടെ എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ നോയ്സ് നോക്കണ്ട, ഇവിടെ ഒരു ചെറിയ മോനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു മൂന്നാമത്തെ ഡ്രസ്സ്. പിന്നെ ഓരോ ഡ്രസ്സിൻ്റെ കൂടെയും ഞാൻ ഓരോ മേക്കപ്പ് സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ വേറെ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുള്ള സാരിയും അതേപോലെ ഒരു ടാൻ ടോപ്പും ഒക്കെയാണ്. അത് വെച്ചിട്ടാണ് പെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ ആണെങ്കിലും 8-ാം തീയതി കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അത് കഴിഞ്ഞിട്ടാണ് ചേച്ചീൻ്റെ എക്സാം വരുന്നത്. അതുവരെ ഇത് പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് എക്സാമിന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആസ് യൂഷ്വൽ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ട്. ഐ എം റിയലി സോറി. ഞാൻ ചെയ്ത മേക്കപ്പൊക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, തിളങ്ങുന്നത് ഒന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ ഓരോ കോസ്റ്റ്യൂം മാറും തോറും ഓരോ ലുക്ക് ഐയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഞാനിവിടെ നിന്നെല്ലാം പാക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, എല്ലാം വാരിക്കെട്ടി എല്ലാവരോടും യാത്രയും പറഞ്ഞിട്ട് ഞാനിത് ഇവിടുന്ന് പോവുകയാണ്. നല്ല സൺകിസ്ഡ് ആയിട്ടുണ്ട്. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് ഉള്ളിലോട്ടുള്ള വഴി ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല റോഡും ആയിരുന്നു. അപ്പോൾ ഗയ്സ്, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് ഒന്നും കുളിക്കൊക്കെ ചെയ്തിട്ട് വേണം വല്ലതും പഠിക്കാനിരിക്കാൻ. ബിക്കോസ് നാളെ മുതൽ എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ കൃത്യം 3 മണി കഴിഞ്ഞു, 3:16. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. എനിക്ക് അറിയത്തില്ല ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും. കാരണം ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഷോർട്സാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്.
നോക്കട്ടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ, ലെങ്ത് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ്. നിങ്ങളെൻ്റെ പൊട്ടൊക്കെ കണ്ടോ? എന്നാൽ ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ഡിസൈൻ ചെയ്ത ഡ്രസ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ അതൊക്കെ ഈ വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തും. കാരണം ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഡ്രസ്സ് ഇട്ടപ്പോഴൊക്കെ ഉള്ളത്. പക്ഷേ ക്യാമറേൻ്റെ അതായത് ഫോട്ടോ എടുക്കുമ്പോൾ ബിഹൈൻഡ് ദ സീൻസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് അല്ലാതെ ഉള്ള സംഭവങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഡിറ്റ് ചെയ്ത് തരുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.